നമസ്കാരം, സ്പോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ക്വാറിയുടെ പ്രവർത്തനത്തിൽ പൊറുതിമുട്ടി പ്രദേശവാസികൾ വീണ്ടും പ്രതിഷേധത്തിൽ. കടവല്ലൂർ പഞ്ചായത്തിലെ ഒരുക്കാൽക്കുന്നിൽ പ്രവർത്തിക്കുന്ന ക്രഷറിനെതിരായാണ് പ്രതിഷേധം. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ക്രഷറിൽ നിന്നും ഉയരുന്ന ശബ്ദവും അമിതഭാരവുമായി ഇടുങ്ങിയ വഴിയിലൂടെ പോകുന്ന ലോറികളും പൊടിപടലവുമാണ് പ്രദേശവാസികളുടെ ജീവിതം ദുരിതത്തിലാക്കുന്നത്. നിരവധി പ്രതിഷേധവും പരാതികളും നൽകിയിട്ടും അധികൃതർ ക്വാറിക്കെതിരെ നടപടികളൊന്നും സ്വീകരിച്ചില്ലെന്ന് പ്രതിഷേധക്കാരായ പ്രദേശവാസികൾ പറയുന്നു. ഞായറാഴ്ച അമിതഭാരവുമായി എത്തിയ ലോറി പ്രതിഷേധക്കാർ തടഞ്ഞു. സ്ഥലത്തെത്തിയ പോലീസിനോടും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനോടും മതിയായ രേഖകളില്ലാതെയാണ് ക്രഷറിന്റെ പ്രവർത്തനമെന്നും നാട്ടുകാർ ആരോപിച്ചു. ക്വാറിയുടെ രേഖകൾ പരിശോധിച്ച് വേണ്ട നടപടിയെടുക്കാം എന്ന് പോലീസ് അറിയിച്ച ശേഷമാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ചാലിശ്ശേരി യാക്കോബായ സുറിയാനി പള്ളിയിൽ ഇടവക ദിനം ആഘോഷിച്ചു. ഇടവക ദിന സമ്മേളനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഇതേ വേദിയിൽ എല്ലാ സന്ദർഭങ്ങളിലും നിങ്ങൾ വിളിച്ചപ്പോഴെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇതേ വേദിയിൽ ഞാനും റവന്യൂ മന്ത്രിയും കൂടി പങ്കെടുത്തത് ഞാൻ ഓർമ്മിക്കുകയാണ്. ഒരു ചടങ്ങ്. അപ്പം അത്തരം സന്ദർഭങ്ങളിലെല്ലാം ഞങ്ങൾ ഉണ്ടായിട്ടുണ്ട്, തുറന്നും ഉണ്ടാവും. അപ്പോൾ എല്ലാ ആശംസകളും എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും സ്നേഹാഭിവാദം. ഞായറാഴ്ച രാവിലെ തൃശൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ കുര്യാക്കോസ് മോർ ക്ലീമീസ് മെത്രാപ്പൊലീത്ത വിശുദ്ധ കുർബാന അർപ്പിച്ചു. മധ്യസ്ഥത പ്രാർത്ഥനയും അനുഗ്രഹ പ്രഭാഷണവും നടത്തി. തുടർന്ന് ഇടവക ദിനത്തിന്റെ ഭാഗമായി മെത്രാപ്പൊലീത്ത പാത്രിയാർക്ക പതാക ഉയർത്തി. 75 വയസ്സു പിന്നിട്ട ഇടവക അംഗങ്ങളെയും വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും മന്ത്രി ആദരിച്ചു. സമ്മേളനത്തിൽ ഡോക്ടർ കുര്യാക്കോസ് മോർ ക്ലീമീസ് മെത്രാപ്പൊലീത്ത അധ്യക്ഷനായി. ചടങ്ങിനോടനുബന്ധിച്ച് മന്ത്രിക്കും വിശിഷ്ടാതിഥികൾക്കും ഇടവകയുടെ ഉപഹാരം സമർപ്പിച്ചു. ഉച്ചയ്ക്ക് നടന്ന സ്നേഹവിരുന്നിലും മന്ത്രി ഉൾപ്പെടെയുള്ള വിശിഷ്ടാതിഥികൾ പങ്കെടുത്തു. രാവിലെ 11-ന് ആരംഭിച്ച ഇടവക ലേലം 6 മണിക്കൂറോളം നീണ്ടുനിന്നു. എറണാകുളം സിത്താര ജ്വല്ലേഴ്സ് ഉടമ വിജയൻ കല്ലുംപുറം ദൈവമാതാവിന്റെ ചിത്രം 1,69,000 രൂപയ്ക്ക് ആദ്യ ലേലം സ്വീകരിച്ചത് ചരിത്ര നേട്ടമായി. ഉച്ചയ്ക്ക് ശേഷം പള്ളിക്ക് കീഴിലുള്ള 11 കുടുംബ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ കലാപരിപാടികളുമുണ്ടായി. വിജയികൾക്ക് സമ്മാന വിതരണവും നടത്തി. MPPM യൂത്ത് അസോസിയേഷൻ ഒരുക്കിയ സ്റ്റാളും വേറിട്ടതായി. ചടങ്ങിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, പഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി, വാർഡ് മെമ്പർ ആനി വിനു, ജോസഫ് ചാലിശ്ശേരി, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവർ സംസാരിച്ചു. വികാരി ഫാദർ അബ്രഹാം യാക്കോബ് സ്വാഗതവും CV ഷാബു മാസ്റ്റർ നന്ദിയും പറഞ്ഞു. വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പൂവത്തുമണ്ണിൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഭക്തസംഘടനാ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. അഥവാ സത്യവിശ്വാസ പഠിപ്പിക്കൽ അതിന് ഒരു സിംഹാസനമായി സ്ഥാപിക്കപ്പെട്ടത് AD 37 ഫെബ്രുവരി 22-നാണ്. 1989 വർഷം തികയുന്നു. 15 വർഷം കഴിഞ്ഞാൽ 2000 വർഷമായി. ആ വലിയ പാത്രിയർക്ക ദിനാഘോഷത്തോട് ചേർന്ന് ഇടവക ദിനം നടത്തുന്നത് വളരെ ഉചിതമായി. ചാലിശ്ശേരിയുടെ വിശ്വാസ പോരാളികളാണ് നാം. സത്യവിശ്വാസം നമ്മുടെ ആത്മരക്ഷ നൽകുന്നതാണ്. അതിൽ സത്യമുണ്ട്, അതിൽ ജീവനുണ്ട്, അതിൽ സന്തോഷമുണ്ട്, അതിൽ സ്വാതന്ത്ര്യമുണ്ട്, അതിൽ സമാധാനമുണ്ട്. എന്ത് നഷ്ടപ്പെട്ടാലും ആ അനുഭവത്തിൽ നമ്മളുടെ പൂർവ്വപിതാക്കന്മാർ. കടപ്പുറം പഞ്ചായത്ത് ഇരട്ടപ്പുഴ GLP സ്കൂളിന്റെ 1-ാം നിലയുടെ ഉദ്ഘാടനം NK അക്ബർ MLA നിർവഹിച്ചു. കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് VM മനാഫ് അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK ഷിബു, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീഷ്മ ബാബുരാജ് എന്നിവർ മുഖ്യാതിഥികളായി. കടപ്പുറം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സക്കീന ബഷീർ, ബ്ലോക്ക് മെമ്പർ മുരളീധരൻ, പഞ്ചായത്ത് മെമ്പർമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, PTA ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PV ദിലീപ് സ്വാഗതവും സ്കൂൾ പ്രധാന അധ്യാപിക PB ബിനിത നന്ദിയും പറഞ്ഞു. 2024-25 വർഷത്തെ സംസ്ഥാന ബജറ്റിൽ നിന്ന് 1 കോടി രൂപ ചിലവഴിച്ചാണ് സ്കൂളിന്റെ 1-ാം നില കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത്. കുന്നംകുളം ഗവൺമെന്റ് LP സ്കൂളിന്റെ പുതിയ ക്ലാസ് മുറിയുടെ ഉദ്ഘാടനം നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർമാൻ PG ജയപ്രകാശ് അധ്യക്ഷനായി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർഷ ജിജു, വാർഡ് കൌൺസിലർ സോണി ഷാജി, സ്കൂൾ പ്രധാന അധ്യാപിക VK സുജ, PTA പ്രസിഡന്റ് ടിജിൻ ജോൺ, സ്റ്റാഫ് സെക്രട്ടറി VR സവിത എന്നിവർ സംസാരിച്ചു.
ആയുർവേദിക് ആൻഡ് ട്രഡീഷണൽ മെഡിക്കൽ വർക്കേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കൺവെൻഷൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി.കെ. സുധീഷ് ഉദ്ഘാടനം ചെയ്തു. സിപിഐ ഗുരുവായൂർ മണ്ഡലം ഓഫീസിൽ നടന്ന കൺവെൻഷനിൽ വി. മുജീബ് ഗുരുക്കൾ അധ്യക്ഷത വഹിച്ചു. വൈദ്യുതി മേഖലയിൽ പ്രവർത്തിക്കുന്ന ആത്മ അംഗങ്ങൾക്ക് തിരിച്ചറിയൽ കാർഡുകൾ വിതരണം ചെയ്തു. സിപിഐ ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി. മുഹമ്മദ് ബഷീർ, ഗുരുവായൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എൻ.പി. നാസർ, എ.എം. ഷഫീർ, ടി.കെ. സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. മന്ദലാം കുന്നിൽ അൽ ഹിക്മ സലഫി മസ്ജിദിന്റെ നേതൃത്വത്തിൽ മതവിജ്ഞാന സദസ്സും സമൂഹ നോമ്പുതുറയും സംഘടിപ്പിച്ചു. ഞായറാഴ്ച അസർ നമസ്കാരത്തിന് ശേഷം നടന്ന മതവിജ്ഞാന സദസ്സിൽ മസ്ജിദ് സെക്രട്ടറി വി. ഉസ്മാൻ ആമുഖ പ്രഭാഷണം നടത്തി. യുവ പണ്ഡിതൻ അബ്ദുള്ള മാഞ്ഞാലി സിറാത്തുൽ മുസ്തഖീം എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് എടുത്തു. തുടർന്ന് ഇഫ്താർ സംഗമവും ഉണ്ടായി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ.എം. ഹൈദരാലി, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മണ്ഡലം പ്രസിഡന്റ് പി.എം. ബാദുഷ, സെക്രട്ടറി റഫീഖ് അഗലാട്, വനിതാ യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മസ്ജിദ് പ്രസിഡന്റ് എം. വി. അബ്ദുൾ സമദ്, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മന്ദലാംകുന്ന് ശാഖ പ്രസിഡന്റ് ഹംസക്കുട്ടി, അൻഫർ, ബക്കർ, അലി, ദാവൂദ്, മസ്ജിദ് മദ്രസ കമ്മിറ്റി ഭാരവാഹികളും നേതൃത്വം നൽകി. റംസാൻ മാസത്തിലെ വരും ഞായറാഴ്ചകളിൽ കുടുംബത്തോടെ സ്വർഗത്തിലേക്ക് എന്ന വിഷയത്തിൽ ഹാരിസ് ആറ്റൂരും ബദറും ബദരീങ്ങളും എന്ന വിഷയത്തിൽ അബ്ദുൾ മജീദ് സലഫി പട്ടാമ്പിയും ക്ലാസ് നടത്തും. തുടർന്ന് സമൂഹ ഇഫ്താർ സംഗമവും ഉണ്ടാകും. നാഷണൽ സർവീസ് സ്കീം ഹയർ സെക്കൻഡറി വിഭാഗം തൃശൂർ ജില്ലയിലെ മികച്ച പ്രോഗ്രാം ഓഫീസർക്കും മികച്ച യൂണിറ്റിനുമുള്ള അവാർഡ് മരുത്തംകോട് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ഡോക്ടർ എൻ. എ. വിനീത ഏറ്റുവാങ്ങി. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ NSK ഉമേഷ് IAS-ൽ നിന്നാണ് അവാർഡുകൾ ഏറ്റുവാങ്ങിയത്. ഹയർ സെക്കൻഡറി അക്കാദമിക് ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ S. ഷാജിദ്, സ്റ്റേറ്റ് NSS ഓഫീസർ ഡോക്ടർ D. ദേവിപ്രിയ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കൊരട്ടിക്കര വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിൽ കളമെഴുത്തുപാട്ടിന് കൂറയിട്ടു. ഞായറാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രം മേൽശാന്തി പൂജിച്ച കൂറയിടാനുള്ള പട്ട് ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി ഘോഷ് കുമാറിന് നൽകി. തുടർന്ന് കളംപാട്ട് നടത്തുന്ന കല്ലാറ്റു മണികണ്ഠക്കുറുപ്പിന്റെ സംഘത്തിന് കൈമാറി. ഭഗവതി സന്നിധിയിൽ പ്രത്യേകം തയ്യാറാക്കിയ കളം പന്തലിൽ പട്ട് ചാർത്തി. കൂറയിടൽ ചടങ്ങിൽ മാതൃസമിതി അംഗങ്ങളും ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളും ഭക്തജനങ്ങളും പങ്കെടുത്തു. മാർച്ച് 17-നാണ് ക്ഷേത്രത്തിലെ പൂരാഘോഷം. പാട്ട് കൂറയിട്ടതു മുതൽ പൂരദിവസം വരെ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ കളമെഴുത്തുപാട്ട്, ചുറ്റുവിളക്ക്, നിറമാല എന്നിവ വഴിപാടായി ഭക്തർ സമർപ്പിക്കും. മാർച്ച് 18-ന് പുലർച്ചെ കൂറ വലിക്കുന്നതോടെ ഈ വർഷത്തെ ഉത്സവാഘോഷത്തിന് സമാപനമാകും. മാർച്ച് 22-നാണ് ക്ഷേത്രത്തിലെ പൊങ്കാല സമർപ്പണം. സെന്റ് ഡൈനീഷ്യസ് ഓർത്തഡോക്സ് ഫെലോഷിപ്പ് ആർത്താറ്റ് കത്തീഡ്രൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കുന്നംകുളം തൃശൂർ ദയ ആശുപത്രിയുടെ സഹകരണത്തോടെ സ്നേഹസ്പർശം അത്യാഹിത ഘട്ടങ്ങളിലെ പ്രാഥമിക പരിചരണ പരിശീലന ക്ലാസുകൾ നടത്തി. ഇടവക വികാരി ഫാദർ VM സാമുവൽ ഉദ്ഘാടനം ചെയ്തു. സഹവികാരി ഫാദർ ജോസഫ് ജോർജ് അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി PV ഷാജു സ്വാഗതവും ദയ ആശുപത്രി റിസോഴ്സ് പേഴ്സൺ CA അബ്ദുൾ ബഷീർ ക്ലാസുകൾ നയിച്ചു. ഇടവക ട്രസ്റ്റി CA റെജി, സെക്രട്ടറി ബെന്നി എന്നിവർ സന്നിഹിതരായിരുന്നു. ദയ ആശുപത്രിയിലെ പ്രാഥമിക പരിചരണ ക്ലാസ് കോർഡിനേറ്റർ ഡോക്ടർ ബ്രഹ്മപുത്രൻ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. പയ്യന്നൂർ ഗവൺമെന്റ് UP സ്കൂളിന്റെ പേര് സെന്റ് തോമസ് സ്കൂൾ എന്ന പേരിൽ തന്നെ നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. നിധീഷ് ചന്ദ്രൻ, ലീല രാമകൃഷ്ണൻ, PK ശ്യാംകുമാർ, ജോബി ജോൺ, സജിൻ MA, ത്രിവിക്രമൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. ചരമം. വേലൂർ നാരങ്ങാവളപ്പിൽ പരേതനായ ശങ്കരൻകുട്ടി നായർ ഭാര്യ പണിക്ക വീട്ടിൽ സാവിത്രിയമ്മ നിര്യാതയായി. 81 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. പരേതനായ മുരളീധരൻ, മീര പ്രേം എന്നിവർ മക്കളാണ്. തലക്കൂട്ടുകര തെക്കുമുറി പരേതനായ കുറ്റിക്കാട്ട് ഫ്രാൻസിസ് ഭാര്യ ആഗ്നസ് നിര്യാതയായി. 90 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച തലക്കൂട്ടുകര സെന്റ് ഫ്രാൻസിസ് സേവിയർ പള്ളി സെമിത്തേരിയിൽ നടത്തും. കൊച്ചുറാണി, മിനി, മാമി, ബ്രിസ്റ്റോ എന്നിവർ മക്കളാണ്.
വെള്ളറക്കാട് പുതിയടത്ത് ഉണ്ണികൃഷ്ണൻ നായർ നിര്യാതനായി. 85 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് വീട്ടുവളപ്പിൽ നടത്തും. അജിത്, അനിത എന്നിവർ മക്കളാണ്. തളിമുണ്ടത്ത് പുത്തൻ വീട്ടിൽ അമ്മിണിയമ്മ എന്ന പാറുക്കുട്ടിയമ്മ നിര്യാതയായി. 95 വയസ്സായിരുന്നു. വിജയലക്ഷ്മി, രുക്മിണി, മോഹനവല്ലി, നാരായണൻ എന്നിവർ മക്കളാണ്. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. ഇതോടെ സ്പോട്ട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.